ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല മഴയൊക്കെയുള്ള സമയത്ത് നല്ല ചൂടുള്ള കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല എരിവുള്ള ഒരു പയറ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ടുള്ള പയറൊക്കെ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കഴുകി തലേ ദിവസം തന്നെ രാത്രി വെള്ളത്തിൽ കുതിർക്കാനായി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പയറൊക്കെ ചെറുതായിട്ടൊന്ന് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി പയറ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി നല്ല പോലെ ഒന്ന് ചതച്ചതും മഞ്ഞൾപ്പൊടിയും നല്ല എരിവുള്ള വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പാകത്തിന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇട്ട് കൊടുക്കാം. നമ്മൾ പയറ് വേവിച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ എരിവൊക്കെ പയറിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണില്ല. പാകത്തിന് ഉപ്പുണ്ട് കേട്ടോ. നമ്മളിത് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇതുണ്ടോ, പയറിൽ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ചെറുപയർ മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.